കൊടും ചൂടിൽ സംസ്ഥാനം ചുട്ടുപൊള്ളുന്നു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ താപനില ഉയർന്നു തന്നെ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നു. ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ദൈനംദിന വൈദ്യുതി ഉപയോഗം 6000 മെഗാവാട്ട് പിന്നിട്ട സാഹചര്യത്തിൽ KSEB ഇന്ന് ഉന്നതതല യോഗം ചേരും. ഇന്നലെ മലപ്പുറം പൂക്കോട്ടും പാടത്ത് ഓട്ടോ തൊഴിലാളിക്ക് സൂര്യാതപം ഏറ്റിരുന്നു. ഉച്ച കഴിഞ്ഞ് ഓട്ടോ ഓടിച്ച് വന്നപ്പോഴാണ് ഇത് അനുഭവപ്പെട്ടത്. ചെറിയ നീറലാണ് ആദ്യം ഉണ്ടായത്. പിന്നെ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോഴാണ് ഇത് കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് ഇതിങ്ങനെ പൊള്ളിയത് അനുഭവപ്പെട്ടത് കണ്ണാടിയിൽ കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ പിന്നെ ഡോക്ടറെ പോയി കാണിച്ച് ഒരു പൊള്ളലാണെന്ന് പറഞ്ഞു. കൊടും ചൂടിൽ വെന്തുരുകുകയാണ് കേരളം. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ഷാരിഖ് നവാസും കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രിയും ചേരുന്നു. ആദ്യം ഷാരിഖ് നവാസിലേക്ക്. ഷാരിഖ് നവാസ്, പാലക്കാട് ചുട്ടുപൊള്ളുകയാണെന്നാണ് വിവരം ലഭിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ദിലീപ് കുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൻ്റെ നിളയായ ഭാരതപ്പുഴയിലാണ്. ഇപ്പോൾ പുഴ എന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം ഫുൾ മണൽത്തിട്ടകൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. കാരണം ഭാരതപ്പുഴ വറ്റി വരണ്ട് അങ്ങനെ മെലിഞ്ഞുണങ്ങിയിരിക്കുകയാണ്. ഈ വേനൽക്കാലത്ത് ഒട്ടും വേനൽ മഴ ലഭിച്ചിരുന്നില്ല. അത്തരത്തിൽ പൂർണ്ണമായും ഭാരതപ്പുഴ വറ്റി വരണ്ട് ഇപ്പോൾ മണൽത്തിട്ടകൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നതുള്ളൂ. ഇന്നലെ പാലക്കാട് ജില്ലയിൽ 39.1 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് പാലക്കാട് രേഖപ്പെടുത്തിയിരുന്നത്. അത്തരത്തിൽ വലിയ ചൂട് തന്നെയാണ് പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഏകദേശം 40 അടുത്തുള്ള ചൂട് പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച 40 കടന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച 40.1 ഡിഗ്രി സെൽഷ്യസ് ചൂടും രേഖപ്പെടുത്തി. പൊതുവായ വലിയ നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടറേറ്റും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പകൽ സമയങ്ങളിൽ, അതായത് 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിൽ കൊള്ളുന്ന ഒരു തരത്തിലേക്കും ജോലികളിൽ അതുപോലെ തന്നെ പുറത്തിറങ്ങുന്ന അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നേരിട്ട് വെയിൽ കൊള്ളുന്ന ജോലികളിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് കെട്ടിട നിർമ്മാണം, അതുപോലെ തന്നെ ദേശീയപാത നിർമ്മാണം ഉൾപ്പെടെയുള്ള പാലം പണി, റോഡ് പണി ഉൾപ്പെടെയുള്ള നിർമ്മാണ തൊഴിലാളികളിൽ മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഈ നേരം ഇവർ വിശ്രമിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കാനും ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ പ്രദേശത്ത് നിന്ന് കുറച്ച് ആളുകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, പാലക്കാട് ടൗണിൽ ഉൾപ്പെടെ വലിയ ചൂടാണ്. ഒറ്റപ്പാലത്ത് എങ്ങനെയുണ്ട് ചൂട്? ഒറ്റപ്പാലത്തും ഗംഭീര ചൂട് തന്നെയുള്ളത്. കാരണം ഒരു 11 മണി മുതൽ 3 മണി വരെ ഈ പറഞ്ഞ പോലെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. പല ആളുകളും ചൂട് കാരണം ദേഹത്ത് പൊള്ളലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിരന്തരം ആശുപത്രിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഒറ്റപ്പാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ചൂട് കൂടിക്കഴിഞ്ഞാൽ ആളുകളെയൊക്കെ അത് നന്നായിട്ട് ബാധിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിരന്തരം ഈ പുറത്തിറങ്ങുന്ന ആളുകളും മറ്റൊക്കെ ശ്രദ്ധിക്കേണ്ടത് വെള്ളമൊക്കെ കൂടുതൽ കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. അതൊന്നും പല ആളുകളും ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തളർന്നു വീഴുന്നതും. ഇപ്പോൾ ഇന്നലെ പാലക്കാട് ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞത് ചൂട് കൂടിയിട്ട്. അപ്പോൾ ഈ ഒരു ചൂട് നിലനിൽക്കുകയാണെങ്കിൽ അത് ആളുകളെയൊക്കെ നന്നായിട്ട് ബാധിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.